ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് 2 ദിവസം മുമ്പ് എല്ലാ യൂട്യൂബ് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനും, അതായത് മോണിറ്റൈസ്ഡായ എല്ലാ യൂട്യൂബ് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനും യൂട്യൂബിൽ നിന്നൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ടാക്സ് ഇൻഫോ ആഡ്സെൻസിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു മെയിൽ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ടാക്സ് ഇൻഫോ ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ, അതായത് ഗൂഗിളിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്, അല്ലെങ്കിൽ ആഡ്സെൻസിൽ നമ്മൾ എന്ത് ലിങ്ക് ചെയ്തിട്ട് ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, എന്തായാലും അതിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ 24% നമ്മൾ ഗൂഗിളിന് ടാക്സ് ആയിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഈ ടാക്സ് ഇൻഫോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് കൊടുക്കുകയാണെങ്കിൽ, ടാക്സ് ഇൻഫോ നമ്മൾ ആഡ്സെൻസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ US നിന്നുള്ള വ്യൂവിന്, അതായത് US നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂവിന് കിട്ടുന്ന ആ ഒരു റവന്യൂ ഉണ്ടാവുമല്ലോ, ആ റവന്യൂവിന് നമ്മൾ ടാക്സ് കൊടുക്കണം. ബാക്കി ഔട്ട്സൈഡ് US എന്നുള്ളതിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ ഇതാണ് ആ മെയിലിൻ്റെ ഉള്ളടക്കം. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് നമുക്ക് ആ ടാക്സ് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു പാൻ കാർഡ് വേണം. ഇന്ത്യയിലുള്ളവർക്കാണെങ്കിൽ ഒരു പാൻ കാർഡ് വേണം. അപ്പോൾ പാൻ കാർഡ് മാത്രം ഉണ്ടെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് വറിയിടാവേണ്ട ആവശ്യമില്ല. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ടാക്സ് ഇൻഫോ ആഡ് ചെയ്യാനായിട്ട് അത് നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്കത് മൊബൈലിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പം കാണാൻ അല്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ആഡ്സെൻസ് അക്കൗണ്ട് ലോഗിൻ ആയി കഴിയുമ്പം നോർമലി എൻ്റെ ടോപ്പ് പോർഷനിൽ തന്നെ നമുക്കിതുപോലെ ഇമ്പോർട്ടൻറ്റ് ചെക്ക് ഇഫ് അഡീഷണൽ ടാക്സ് ഇൻഫർമേഷൻ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. നമുക്ക് അതിൽ മാനേജ് ടാക്സ് ഇൻഫോ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ടാക്സ് ഡീറ്റെയിൽസ് നമുക്ക് അതിൽ ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ്സിനകത്ത് കയറിയാലും നിങ്ങൾക്ക് അതിനകത്ത് ഈ ഓപ്ഷൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ അക്കൗണ്ട്സിനകത്ത് നമ്മൾ എഡിറ്റ് കൊടുത്താലും നമുക്ക് വരും. ഇതിപ്പം ഈ ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടാവും, നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ മാനേജ് ടാക്സ് ഇൻഫോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പ്രൊവൈഡ് നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് ഇൻഫോ ടു ഗെറ്റ് പേയ്സ് ഫ്രം ഗൂഗിൾ മേക്ക് ഷുവർ ദാറ്റ് യു പ്രൊവൈഡ് യുവർ ടാക്സ് ഇൻഫർമേഷൻ ദിസ് വിൽ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇവിടെ നോ ടാക്സ് ഇൻഫോ ഓൺ ഫയൽ എന്നുള്ള ഓപ്ഷനാണ് കിടക്കുന്നത്. നമ്മൾ ആഡ് ടാക്സ് ഇൻഫോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് എൻ്റെ പാസ്വേഡ് ഒരിക്കൽ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും. നമ്മൾ നമ്മുടെ പാസ്വേഡ് ഒരിക്കൽ കൂടെ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് ഇൻഫോ വാട്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഈസ് പ്രൊമോഷൻ എ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക. നമ്മുടെ ബിസിനസ് അക്കൗണ്ട് ആണെങ്കിൽ നോൺ ഇൻഡിവിജ്വൽ ഓർ എൻറ്റിറ്റി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ ആർ യു സിറ്റിസൺ ഓർ റെസിഡൻറ്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നമ്മൾ അമേരിക്കയിലല്ല താമസം, അല്ലെങ്കിൽ റെസിഡൻറ്റും അല്ല, അതുകൊണ്ട് നോ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ സെലക്ട് W-8 ടാക്സ് ഫോം ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തത് W8BEN. ദിസ് ഫോം ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബൈ നോൺ US ഇൻഡിവിജ്വൽസ്. അപ്പോൾ അതാണ് ഇൻഡിവിജ്വൽസിന് അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി താഴെ ഒരെണ്ണം കൂടെ ഉണ്ട് W8ECI. ദിസ് ഫോം ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബൈ എ നോൺ US ബിസിനസ് എൻറ്റിറ്റി. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽസിൻ്റെതാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സ്റ്റാർട്ട് W8BN ഫോം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ടാക്സ് ഐഡൻറ്റിറ്റി മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഇൻഫർമേഷൻ ഈസ് എക്സാക്ട്ലി ദ സെയിം ആസ് ഓൺ യുവർ ടാക്സ് ഡോക്യുമെൻറ്റ്സ്. നമ്മുടെ ടാക്സ് ഡോക്യുമെൻറ്റ്സിൻ്റെ അടുത്തുള്ള സെയിം ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇനി പ്രൊവൈഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ നെയിം ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ളത് നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ആണോ നോക്കുക. അത് കഴിഞ്ഞ് DB ഡൂയിങ് ബിസിനസ് ഓർ നെയിം ഓർ ഡിസ്റിഗാർഡഡ് എൻറ്റിറ്റി, അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻഡിവിജ്വലാണ് നമ്മൾ ചെയ്യുന്നത്. കൺട്രി ഓഫ് സിറ്റിസൺഷിപ്പ്, അത് നമ്മൾ ഇന്ത്യ കൊടുക്കുക. ടാക്സ് പെയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അപ്പോൾ ഇതിനകത്ത് ടാക്സ് പെയർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ TIN is a tax processing number required by the IRS for some tax forms. More about TIN for foreign TIN. Don't include any other foreign personal identity such as Korean resident registration number. If you are claiming treaty, you are required to provide a foreign TIN. നമ്മുടെ ഫോറിൻ ടിൻ എന്ന് പറയുന്നത് നമ്മുടെ
പാൻ കാർഡാണ്. അപ്പോൾ പാൻ കാർഡിൻ്റെ നമ്പർ നമ്മളിതിനകത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ പാൻ കാർഡിൻ്റെ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി USIT എന്ന് പറയുന്ന അത് നമ്മൾ ഓപ്ഷനിലാണ്, അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ പെർമനൻറ്റ് റെസിഡൻസ് അഡ്രസ്സ്. പെർമനൻറ്റ് റെസിഡൻസ് അഡ്രസ് ഈസ് എ PO box or in care of address you will require to submit additional documentation. നമ്മളത് ക്ലിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് കൺട്രി ഇന്ത്യ കൊടുക്കുക. അഡ്രസ് ലൈൻ 1, 2 അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പോസ്റ്റൽ അഡ്രസ്സ് ഈ സെയിം ആസ് പെർമനൻറ്റ് റെസിഡൻസ് അഡ്രസ്സ് അതും ടിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് മെയിലിംഗ് അഡ്രസ്സ് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇല്ല നിങ്ങളത് ടിക്ക് ചെയ്യുക. എൻ്റെ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പം നമുക്ക് ടാക്സ് ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ആർ യു ക്ലെയിമിങ് എ റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് അണ്ടർ എ ടാക്സ് ട്രീറ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മളതിൽ യെസ് കൊടുക്കുക. റെസിഡൻറ്റ് ഓഫ് കൺട്രി ക്ലെയിമിംഗ് ട്രീറ്റി വിത്ത് US. നമ്മുടെ രാജ്യം US ആയിട്ട് ടാക്സ് ട്രീറ്റി ഉടമ്പടി ഉണ്ട്, അതുകൊണ്ട് നമ്മളത് എസ് കൊടുക്കുക. റെസിഡൻറ്റ് ഓഫ് കൺട്രി ക്ലെയിമിംഗ് ട്രീറ്റി വിത്ത് US. എന്നിട്ട് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. The special rates and conditions. You may be exempt or have taxes withheld at a reduced rate on certain income types earned with the US. These reduced rates and exempts vary among countries and specific income types. ഇതിനകത്ത് നമ്മൾ സർവീസസ് എന്നുള്ള ആഡ്സൻസ് കൊടുക്കുക. ഇനി അടുത്ത് ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്നുള്ളതുണ്ട്. അതിൽ ആർട്ടിക്കിൾ 7 ആൻഡ് പാരഗ്രാഫ് 1 കൊടുക്കുക. വിത്ത് ഹോൾഡിംഗ് റേറ്റ് 0 കൊടുക്കുക. റീസൺ പ്രൊമോഷൻ മീൻസ് ടൈംസ് ആൻഡ് അത് നമ്മൾ ടിക്ക് കൊടുക്കുക. അടുത്ത മോഷൻ പിക്ചർ ആൻഡ് TV യൂട്യൂബ് ഗൂഗിൾ പേ അത് സെലക്ട് ചെയ്യുക. അതിൽ ആർട്ടിക്കിൾ പാരഗ്രാഫ് 12 ആൻഡ് പാരഗ്രാഫ് 2A അത് സെലക്ട് ചെയ്യുക. വിഡ്രോയിങ് ഏറ്റവും ചെറുത് 15% ആണ്, അത് കൊടുക്കുക. അതിൻ്റെ കൊടുക്കുക. അത് അതർ കോപ്പിറൈറ്റ് യൂട്യൂബ് ആൻഡ് ഗൂഗിൾ പ്ലേ അതിൽ നമ്മൾ ആർട്ടിക്കിൾ 12 ആൻഡ് പാരഗ്രാഫ് 2A കൊടുക്കുക. അതിലും 50% കൊടുക്കുക. ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. This is how your document will be generated. Review the 4 PDFs and confirm your information. അപ്പോൾ നമുക്ക് കാണണമെങ്കിൽ ടിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആണോന്ന് അതിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാം. I confirm that I have reviewed the generated tax documents to the best of my knowledge and believe that they are true, correct and complete. അതിൻ്റെ നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇവിടെ നമ്മുടെ ലീഗൽ നെയിം കൊടുക്കുക. ആർ യു ദ പേഴ്സൺ ലിസ്റ്റഡ് ടു ദ സിഗ്നേച്ചർ സെക്ഷൻ അത് എസ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നമുക്കടുത്ത് ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് പെർഫോംഡ് ഇൻ US. ആസ് ദ ഇൻഡിവിജ്വൽ or entity identified in the tax identity section performed any activities and services for Google within the US. അത് നമ്മൾ നോ കൊടുക്കുക. അത് കഴിഞ്ഞ് ഐ സർട്ടിഫൈഡ് എന്നുള്ള ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് സ്റ്റാറ്റസ് ചേഞ്ച് അഫിഡവിറ്റ് അത് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആർ യു പ്രൊവൈഡിങ് ടാക്സ് ഇൻഫോ ഫോർ എ ന്യൂ ഓർ എക്സിസ്റ്റിംഗ് പേയ്മെൻറ്റ്സ് പ്രൊഫൈൽ ദാറ്റ് ഹാസ് നോട്ട് റിസീവ്ഡ് പേയ്മെൻറ്റ്സ് ഓർ ആൻ എക്സിസ്റ്റിംഗ് പേയ്മെൻറ്റ്സ് പ്രൊഫൈൽ ദാറ്റ് ഈസ് പ്രീവിയസ്ലി റിസീവ്ഡ് പേയ്മെൻറ്റ്സ്. അപ്പോൾ ഇതിൽ ഇതുവരെ നമുക്ക് ആഡ്സൻസിൽ നിന്ന് പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ ഇതിനു മുമ്പ് ആഡ്സൻസിൽ നിന്ന് പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക. അതായത് ഐ ആം പ്രൊവൈഡിങ് ടാക്സ് ഇൻഫോ ഫോർ എ ന്യൂ ഓർ എക്സിസ്റ്റിംഗ് പേയ്മെൻറ്റ്സ് പ്രൊഫൈൽ ദാറ്റ് ഹാസ് നോട്ട് റിസീവ്ഡ് പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ആഡ്സൻസിനകത്ത് പേയ്മെൻറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനു മുമ്പേ ആഡ്സൻസിൽ നിന്ന് നമ്മുടെ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണെന്നുള്ളത് നോക്കിയതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പം പ്രൊവൈഡ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. മാനേജ് ടാക്സ് ഇൻഫോ എന്നുള്ളത്, സ്റ്റാറ്റസ് അപ്രൂവ്ഡ്, സബ്മിറ്റഡ് ഡേറ്റ്, സബ്മിറ്റഡ് ബൈ, അതുപോലെ ടാക്സ് ഫോംസ് ആൻഡ് വിത്ത് ഹോൾഡിംഗ് റേറ്റ്സ് അതെല്ലാം നമ്മൾ ക്ലെയിംഡ് ആണെന്നുള്ളതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ്സൻസിൽ നിന്ന് വെളിയിലിറങ്ങാം.
അപ്പം ഇത്രയാണ് നമ്മുടെ ഇതിലേക്ക് ടാക്സ് ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.